നമസ്കാരം. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കേണ്ട സമയത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നത് അധികാരത്തിനായുള്ള തുറന്ന പോരാട്ടമാണെന്ന വിമർശനം ശക്തമാവുകയാണ്. മന്ത്രിസഭാ രൂപീകരണം പോലും പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ആർക്കെല്ലാം മന്ത്രിസ്ഥാനം, ആരാണ് മുഖ്യമന്ത്രി, ആരെയാണ് പരിഗണിക്കാത്ത എന്ന രീതിയിലുള്ള പരസ്യ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത് കോൺഗ്രസിന്റെ പഴയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ വീണ്ടും തുറന്നുകാട്ടുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പുതിയ നിലപാടും അതേ ചർച്ചകളെയാണ് കൂടുതൽ ശക്തമാക്കുന്നത്. ജനങ്ങൾ ഭരണമാറ്റം പ്രതീക്ഷിച്ച് വോട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് ജനപ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് അധികാരവും പദവിയും ചുറ്റിപ്പറ്റിയുള്ള ബഹളമാണെന്ന വിമർശനമാണ് ഉയരുന്നത്. അനുനയ നീക്കങ്ങളിൽ അയയാതെ രമേശ് ചെന്നിത്തല നിലകൊള്ളുകയാണ്. തന്നെ പരിഗണിച്ചില്ല എങ്കിലും കൂടെ നിന്നവരെ അവഗണിക്കരുതെന്ന നിലപാടിലാണ് അദ്ദേഹം. മുതിർന്ന എംഎൽഎമാരെ പരിഗണിക്കാതെ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ എന്നിവരെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. TJ വിനോദ്, ജ്യോതികുമാർ ചാമക്കാല എന്നിവരെയും പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവർ മുതിർന്ന എംഎൽഎമാരാണെന്നും ഒഴിവാക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള നിലപാടിലാണ് രമേശ് ചെന്നിത്തല. മുതിർന്ന എംഎൽഎമാരെ ഒഴിവാക്കുന്നത് അനൌചിത്യമാണെന്നും ചെന്നിത്തല പറയുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അമർഷം ഘടിപ്പിച്ച രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിർണായക നീക്കമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നടത്തിയത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട് വീട്ടിലെത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ചെന്നിത്തലയെ കഴിഞ്ഞ ദിവസം VD സതീശൻ വീട്ടിലെത്തിയാണ് കണ്ടത്. മന്ത്രിസഭയിൽ അംഗമാകണമെന്ന് സതീശൻ ചെന്നിത്തലയോട് അഭ്യർത്ഥിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്ന് ചെന്നിത്തല നിലപാടെടുക്കുകയും ചെയ്തു. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പാണ് ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ആദ്യം ചെയ്യേണ്ടത് സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കലാണ്. എന്നാൽ കേരള കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത് അതിന്റെ മറുവശമാണ്. മുതിർന്ന നേതാക്കൾ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുകയും വിവിധ ഗ്രൂപ്പുകൾ സമ്മർദ്ദ രാഷ്ട്രീയം ശക്തമാക്കുകയും ചെയ്യുന്ന അവസ്ഥ പാർട്ടിയുടെ ഐക്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്നെ പരിഗണിക്കണം, ഞങ്ങളുടെ വിഭാഗത്തിന് അർഹമായ സ്ഥാനം വേണമെന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നതെന്നാണ് പൊതുവായ വിമർശനം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം സർക്കാരിന്റെ വിശ്വാസ്യതയിലായിരിക്കും. മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപേ തന്നെ ആഭ്യന്തര കലഹം പുറത്തു വന്നാൽ ഭരണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അസ്ഥിരതയുടെ ചിത്രം ജനങ്ങളിൽ രൂപപ്പെടും. അതേസമയം പ്രതിപക്ഷം ഈ വിഷയത്തെ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതയുമുണ്ട്. കേരളം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണ വെല്ലുവിളികളും നേരിടുന്ന ഘട്ടത്തിലാണ്. അത്തരമൊരു സമയത്ത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വികസനവും ഭരണ കാര്യക്ഷമതയുമാണ്, അല്ലാതെ കസേരയ്ക്കായുള്ള കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിപക്ഷത്തെ നേരിടുന്നതല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലെ അധികാര പോരാട്ടം നിയന്ത്രിക്കലാണ് എന്നതാണ് യാഥാർത്ഥ്യം.